തൊഴിൽ അവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾ തുടർന്നും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ. റെയിൽവേയിൽ 1036 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം യോഗ്യത 10ാം ക്ലാസ്, +2 ആൻഡ് ഡിഗ്രി. റെയിൽവേയിൽ 1036 മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ഒഴിവുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടുവാൻ ആഗ്രഹമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പത്താം ക്ലാസ്, +2, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലായി മൊത്തം 1036 ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജനുവരി 7 മുതൽ 2025 ഫെബ്രുവരി 6 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദമായ വിജ്ഞാപനം. റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. റെയിൽവേ ബോർഡിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ജനുവരി 7, 2025. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6, 2025. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 7, 2025 മുതൽ ഫെബ്രുവരി 8, 2025 വരെ. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന തീയതി ഫെബ്രുവരി 9, 2025 മുതൽ ഫെബ്രുവരി 18, 2025 വരെ. അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അപേക്ഷയുടെ അവസാന തീയതിക്ക് ശേഷം കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ്. ആ സമയത്ത് മാത്രമേ അപേക്ഷയിൽ തിരുത്തലുകൾ അനുവദിക്കുകയുള്ളൂ. അപേക്ഷ അയക്കുന്നതിന് മുൻപായി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ശ്രദ്ധയോടുകൂടി വായിച്ചതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ സ്കാൻ ചെയ്ത് നിശ്ചിത ഫോർമാറ്റിൽ, JPEG ഫോർമാറ്റിൽ നിശ്ചിത സൈസിൽ സമർപ്പിക്കേണ്ടതാണ്. ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടതിനു ശേഷം ആ ഒപ്പ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഒപ്പ് സ്മോൾ ലെറ്ററിൽ ചെയ്യേണ്ടതാണ്. സ്ക്രോൾ ചെയ്ത് വിശദമായ വിജ്ഞാപനം വായിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ടവരുടെ
നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നേപ്പാളിൽ, ഭൂട്ടാൻ, ടിബറ്റൻ ഏരിയയിലുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെ. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്. OBC-കാർക്ക് 18 മുതൽ 35 വയസ്സ് വരെ. SC/ST-കാർക്ക് 18 മുതൽ 43 വയസ്സ് വരെ. ഭിന്നശേഷിയുള്ളവർക്ക് 18 മുതൽ 48 വയസ്സ് വരെ. ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ള SC/ST, OBC, നോൺ ക്രീമിലെയർ ഉദ്യോഗാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപ. PWD, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, SC/ST കമ്മ്യൂണിറ്റീസിന് 250 രൂപ. മോഡ് ഓഫ് പേയ്മെന്റ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, UPI മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കേണ്ടതാണ്. എക്സ് സർവീസ്മാൻമാർ അവരുടെ എക്സ് സർവീസ്മാന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. PWBD കാൻഡിഡേറ്റ്സ് അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് rrbonlineapply.in. സെക്ഷൻ വൈസ് മാർക്ക്. പ്രൊഫഷണൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാർക്ക് അലോട്ടഡ് 50 മാർക്ക്. ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്. മാത്തമാറ്റിക്സ് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാർക്ക് 10. ജനറൽ സയൻസ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. അങ്ങനെ ആകെ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. തെറ്റായ ഉത്തരത്തിന് 1/3 മാർക്ക് കുറയ്ക്കുന്നതായിരിക്കും. എഴുതാത്ത ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. സിലബസ് മാത്തമാറ്റിക്സ്, നമ്പർ ഓഫ് സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM ആൻഡ് HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻഷുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് സിലബസ് അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്സ്, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻ ആൻഡ് decision making,
similarities and differences, analytical reasoning, classification, direction, statement, arguments, and assumption, etc. General awareness, knowledge of current affairs, Indian geography, culture and history of India, including freedom movement, Indian politics and constitution, Indian economic, environmental issue concerning India and the world, sports, general scientific and technological development, etc. General science, physics, chemistry and life science up to 10th standard CBSE syllabus. എലിജിബിൾ ആവാനുള്ള മിനിമം പെർസെൻറ്റേജ് മാർക്ക് ജനറലിന് 40%, EWS 40%, OBC നോൺ ക്രീമിലെയർ 30%, SC 30%, ST 25%. ഫസ്റ്റ് CBT എക്സാം പാസ്സാകുന്നവർക്ക്, ക്വാളിഫൈ ആകുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് CBT എക്സാം എഴുതാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. എങ്ങനെ അപേക്ഷ അയക്കാം? അപേക്ഷ അയക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. RRBയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ നമ്പറും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയ ആധാർ നമ്പർ, അമ്മയുടെ പേര്, SSLC റോൾ നമ്പർ, ഇയർ ഓഫ് പാസിംഗ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എല്ലാം നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഫീൽഡുകളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ ഇമെയിലും മൊബൈലിലും OTP ലഭിക്കും. ഈ OTP വെച്ച് അപേക്ഷാ ഫോം, പ്രൈമറി ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിനു ശേഷം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കണം. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ഇവ ഉപയോഗിക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. എക്സാം ലാംഗ്വേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒറിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു ഭാഷകളിൽ പരീക്ഷ എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉദ്യോഗാർത്ഥികൾ നൽകേണ്ടതാണ്. ബെനിഫിഷ്യറി ആയിട്ടുള്ളവർക്ക് ഫീസ് റീഫണ്ട് ചെയ്യുന്നതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുവാനായി ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് പാർട്ട് എടുക്കുക. അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ള കളർ
ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഡ്രസ്സ് നോൺ വൈറ്റ് ഡ്രസ് ആയിരിക്കണം. പ്രിഫറബിളി ഡാർക്ക് കളർ ആയിരിക്കണം. 2 മാസത്തിനും മുൻപ് എടുത്തിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് 35x45 mm സൈസ് ആയിരിക്കണം. അതല്ലെങ്കിൽ 320x240 പിക്സൽ ആയിരിക്കണം. ഫോട്ടോ JPEG ഫോർമാറ്റിൽ മിനിമം 100 dpi റെസൊല്യൂഷനിലുള്ള ഫോട്ടോ സ്കാൻ ചെയ്ത് കയറ്റേണ്ടതാണ്. ഫോട്ടോഗ്രാഫിന്റെ സൈസ് 40 മുതൽ 70 KB ആയിരിക്കണം. പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ നിന്നും എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കണം. മൊബൈലിലെ സെൽഫിയോ ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള ഫോട്ടോകൾ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഫോട്ടോയുടെ വിശദമായ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിയതിനു ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായി വെള്ള പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സ്മോൾ ലെറ്ററിൽ സിഗ്നേച്ചർ ഇടുക. ബ്ലോക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കരുത്. 100 dpi റെസൊല്യൂഷനിൽ JPEG ഫോർമാറ്റിൽ സ്കാൻ ചെയ്യണം. ഡയമെൻഷൻ 50 mm x 20 mm or 140 x 60 പിക്സൽ ആയിരിക്കണം. സൈസ് 30 KBക്കും 70 KBക്കും ഇടയിലായിരിക്കണം. SC/ST OBC സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ 500 KB സൈസിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ കൊടുത്തതിനു ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്ഷൻ അപേക്ഷ അയക്കേണ്ട നിശ്ചിത തീയതിക്ക് ശേഷം കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ 250 രൂപ മോഡിഫിക്കേഷൻ ഫീ കൊടുത്ത് ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട രീതി, യോഗ്യത, പ്രായപരിധി തുടങ്ങി കൂടുതൽ വിവരങ്ങൾക്ക് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും വാർത്തകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.